കുഞ്ഞുഞ്ഞീസ് പ്ലാൻസ് വേണ്ട പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ ഒരു പേപ്പറിൽ അതിൻ്റെ പേര് എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്ത് തന്നാൽ മതി. പിന്നെ നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. പിന്നെ DTDC വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർ അഡ്രസ്സിൻ്റെ താഴെ സ്പീഡ് പോസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ നമുക്കത് കൂടുതൽ സൗകര്യമാവും. സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈ കാണുന്ന വെരിഗേറ്റഡ് ചെമ്പരത്തിയുടെ തൈകളാണ്. അപ്പോൾ ഇതിൽ റെഡ് കളറിൽ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. നമ്മൾ അയക്കുന്ന പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ. ചിലതിൽ ഇതുപോലെ 2-3 ഷൂട്ട് കാണും, മറ്റു ചിലതിൽ ഒരു ഷൂട്ടേ കാണത്തുള്ളൂ. അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയ ഹണിസക്കിളിൻ്റെ തൈകളാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറും വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ശംഖുപുഷ്പത്തിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ് കേട്ടോ. അപ്പോൾ ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വളർത്താം. നല്ലവണ്ണം വള്ളി വീശി തുടങ്ങിയ തൈകളാണ് അയക്കുന്നത്. അടുത്തത് ഒരു വള്ളിച്ചെടിയാണ്. നമ്മുടെ യെല്ലോ ജാസ്മിൻ്റെ തൈകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. കുഞ്ഞു പ്ലാന്റ് എല്ലാം അയക്കുന്നത് നല്ല വലിപ്പമുള്ള തൈകളാണ്. ഇതുപോലുള്ള വലിപ്പമുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 75 രൂപയാണ് കേട്ടോ. അടുത്തതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്നറിയപ്പെടുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. ഇതുപോലുള്ള ഗോൾഡൻ കളറിലുള്ള ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കും. സീസണൽ ഫ്ലവർ അല്ല, എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന വള്ളിച്ചെടിയാണ്. റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അടുത്തത് പൂച്ചപ്പഴമാണ്. ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. പൂച്ചപ്പഴത്തിൻ്റെ ഇതുപോലുള്ള കുഞ്ഞു ഫ്രൂട്ട് വന്നു തുടങ്ങിയ തൈകൾ നമ്മൾ അയച്ചു തരുന്നുണ്ട്. ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കുഞ്ഞു വെളുത്ത ഫ്രൂട്ടായിരിക്കും ഇതിലുണ്ടാകുന്നത്. റേറ്റ് വരുന്നത് 80 രൂപ. ഈ മണ്ണ് മാറ്റാതെ ഈ പാക്കറ്റോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നത്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മരമുല്ലയുടെ തൈകളാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട മരമുല്ലയാണ് കേട്ടോ. ഇതുപോലുള്ള വെളുത്ത കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാകും. നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്തിയെടുക്കാം. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് മരമുല്ലയുടെ തന്നെ നാടൻ വെറൈറ്റിയാണ്. അതിലും കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാകും. നല്ല മണമുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തതായി ഈ കാണുന്ന പായൽ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. അതൊരു വാട്ടർ പ്ലാന്റ് ആണ്. നമുക്ക് താമരയൊക്കെ നടുമ്പോൾ അതിൻ്റെ ഡബിലായിട്ട് ഇട്ട് വയ്ക്കാവുന്നതാണ്. 25 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത്. കാറ്റലോഗിൽ ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചൈനീസ് വെൽവെറ്റ് എന്നറിയപ്പെടുന്ന വെരിഗേറ്റഡ് ലീഫോട് കൂടിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 35 രൂപയാണ്. അടുത്തതും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. നിക്കോഡി എന്ന പേരിൽ അറിയപ്പെടുന്ന സിൽവർ ലീഫോട് കൂടിയ പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. വെള്ളം വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ്. പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകുന്നുണ്ട്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചൈന ഡോളിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് ഇതുപോലെ നല്ല ഗ്ലേസിങ്ങിലായിരിക്കും ഇരിക്കുന്നത്. അടുത്തത് കലാത്തിയ ലൂട്ടിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഈ കാണുന്ന വലിപ്പത്തിലുള്ള കലാത്തിയ ലൂട്ടിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിയ രീതിയിൽ തന്നെ വളർന്നു പോകുന്ന പ്ലാന്റാണ്. 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് എവർഗ്രീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് നമ്മൾ എവർഗ്രീൻ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്ന ബിഗോണിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ഇതിനേക്കാളും അല്പം കൂടി വലിപ്പം കൂടിയ തൈകളുണ്ട്. അതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തതും യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന നല്ലൊരു കുറ്റിച്ചെടിയാണ്. ഗൾഫീനിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതുപോലുള്ള കുഞ്ഞ് യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും. റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തത് ഒറിജിനൽ പാരിജാതം എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ തൈകളാണ്. നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അപാര സുഗന്ധമുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. അടുത്തത് ഡ്രസീനയുടെ വെറൈറ്റിയായ ഡ്രസീന കൊളറാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ലീഫി പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പം സ്റ്റോക്കുണ്ട്. നല്ല റെഡ് കളറിലെ ലീഫോട് കൂടിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ.
ഒരു റെഡും യെല്ലോയും കൂടെയൊക്കെ കലർന്നൊരു പ്ലാന്റാണ്, നല്ലൊരു ലീഫി പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 70 രൂപ. ഇതിൻ്റെ തന്നെ വൈറ്റ് കളർ ലീഫ് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റ്. ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിലായിട്ടൊരു റെഡ് കളറും കൂടി കലർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. ഇതിനും റേറ്റ് വരുന്നത് 70 രൂപയാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് മാത്രം അയയ്ക്കുക കേട്ടോ. അടുത്ത് ഒരുപാട് ഔഷധ ഗുണമുള്ള മുള്ളാത്തയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട് ക്യാൻസറിനെ വരെ ഒരു പരിധി വരെ നിയന്ത്രിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നത് തന്നെയാണ്. അടുത്തതായി കാണിക്കുന്ന പൂച്ചവലൻ ചെടിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇത് നല്ലവണ്ണം നീളം വെച്ച് പോകുന്ന ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 45 രൂപയാണ് കേട്ടോ. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. ചിലതിൽ 2-3 ഷൂട്ട് ഉണ്ടാകും, ചിലതിൽ ഒറ്റ കമ്പ് മാത്രമേ കാണത്തുള്ളൂ. ഇതുപോലുള്ള ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ്. അടുത്തത് ഇതിൻ്റെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയായ ക്യാറ്റ് സ്റ്റൈൽ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതാണ് കേട്ടോ, വള്ളിച്ചെടിയാണ്. ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 35 രൂപയാണ്. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ ലൂബിക്കയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു നെല്ലിഫോഗമാണ്. ചുമന്ന കളറിലുള്ള ഫ്രൂട്ട് ഉണ്ടാകുന്ന ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്തത് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ കർട്ടൻ ക്രീപ്പറിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നോർമലും ഉണ്ട്, വെരിഗേറ്റഡ് കർട്ടൻ ക്രീപ്പറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തത് നോർമൽ കർട്ടൻ ക്രീപ്പറാണ് കേട്ടോ. നമുക്ക് കർട്ടനായിട്ടൊക്കെ നല്ലവണ്ണം സെറ്റ് ചെയ്ത് വളർത്താവുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 35 രൂപയാണ്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ. അടുത്തത് കുഫിയയുടെ പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ചട്ടിയിലൊക്കെ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്, ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇത് അതിൻ്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന കുഫിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്തത് ലോറ പെറ്റാലം എന്നറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇതുപോലുള്ള പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും. നല്ലൊരു ലീഫി പ്ലാന്റ് കൂടിയാണ്. ഫ്ലവർ ഇല്ലെങ്കിലും ഇതിൻ്റെ ലീഫ് കൊണ്ട് തന്നെ മനോഹരമാകുന്ന ഒരു ചെടിയാണ് ലോറ പെറ്റാലം. നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് വയമ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം വയമ്പിൻ്റെ തൈകളാണ്. അപ്പോൾ വയമ്പ് ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് തെച്ചിയുടെ തൈകളാണ്. റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന തെച്ചിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിലെ ഒരു പ്ലാന്റിനായിരിക്കും 45 രൂപ റേറ്റ് വരുന്നത്. നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. മിനിയേച്ചർ വെറൈറ്റികളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ തന്നെ വൈറ്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതിനും റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ബോർഡറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. അപ്പോൾ റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് ക്രോട്ടൺ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഈ കാണുന്ന യെല്ലോ കളറും ഗ്രീനും കൂടെ ചേർന്ന് ക്രോട്ടന് റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ കാണിക്കുന്ന ഗ്രീനും റെഡും കൂടി ചേർന്നുള്ള ക്രോട്ടൻ്റെ വെറൈറ്റിക്കും റേറ്റ് വരുന്നത് 45 രൂപയാണ്. അടുത്ത മറ്റൊരു വെറൈറ്റി കൂടി നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. കേളി ടൈപ്പോട് കൂടിയ യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ്. അടുത്ത കറുത്ത കളറിലുള്ള DAP ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞ് റേറ്റിനാണ് തരുന്നത്. 250 കിലോഗ്രാം വരുന്ന ഈ പാക്കറ്റ് 25 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എപ്സം സാൾട്ടും സ്റ്റോക്കുണ്ട്. ഇതിനും 250 കിലോഗ്രാമാണ് റേറ്റ് വരുന്നത് 25 രൂപ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. പ്ലാൻസിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.